ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഒത്തിരി കറികളൊന്നുമില്ല കേട്ടോ. പിന്നെ കൊഞ്ച് ഇന്നലെ മേടിച്ച് വരുന്നില്ലേ, അപ്പോൾ കൊഞ്ചെടുത്ത് ഒരു തീയൽ വെക്കാമെന്ന് കരുതി കേട്ടോ. ഞാനിവിടെ കൂടുതലും തീയലാണ് വെക്കാറുള്ളത്. അങ്ങനെ ഞാൻ വലുതായിട്ട് തോരനും മറ്റതൊന്നും വയ്ക്കില്ല. ഞാൻ കൂടുതലും തീയലാണ് വയ്ക്കുന്നത്. അപ്പോഴും ഉള്ളി പച്ചമുളക് ഇട്ടിട്ട് കൊഞ്ചും കൂടെ ഇട്ട് നല്ല വെള്ളം ഒഴിച്ച് നല്ലോണം വേവിക്കും ആദ്യം. ഇതെൻ്റെ സ്വന്തം പച്ചമുളകാണേ, അതാണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കുന്നത്. അപ്പോൾ കുറച്ച് ചെമ്മീൻ കുറച്ചേ കിട്ടിയുള്ളൂ. അതിനെ എടുത്ത് ഉപ്പിട്ട് നല്ലോണം ഒന്ന് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ അത്. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് വന്ന് എന്നിട്ട് ഞാൻ കുറച്ച് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തേങ്ങ വറുത്തല്ലേ എടുക്കണത്. അപ്പോൾ കുറച്ച് നേരം മറ്റേ തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും. അതുകൊണ്ടാണ് അപ്പം ഞാൻ മിക്സിയിലോട്ട് കുറച്ച് തേങ്ങ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു കറക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അതിലോട്ട് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ട് പിന്നെ നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാനുണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തേട്ടാ, അത് ചേർത്തിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് കുറച്ച് ഒരു മൂത്ത് എത്തുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ചെറപറ എന്നങ്ങ് വറുത്തതിന് ശേഷം ഇവിടെ ഞാൻ മീൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോഴേ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മീൻ വയ്ക്കുന്നത്. പിന്നെ പട്ടിക്കുട്ടയുണ്ട്, പിന്നെ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മീനൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഞാനും അത്യാവശ്യം മീനൊക്കെ കഴിക്കും. പിന്നെ നമ്മുടെ വറവ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ചെറുതായിട്ടല്ല, നല്ലോണം മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിൽ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ നല്ല മഷി പോലെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു അരപ്പ് നമ്മുടെ ചെമ്മീനിലോട്ട് ചേർക്കണം. പിന്നെ അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിതിൽ വെള്ളം ഒഴിച്ചാണ് കേട്ടോ അരച്ചത്. സാധാരണ ചില ആളുകൾ വെള്ളം ഒഴിക്കില്ല, അല്ലാതെ തന്നെ അരച്ചെടുക്കും. പക്ഷെ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കണതാണ്. ഉപ്പൊക്കെ ശരിയായിട്ടുണ്ട്, അത്യാവശ്യം കൊള്ളാം. ഞാൻ വെച്ചതല്ലേ, തിരക്കിടില്ലാതിരിക്കില്ലല്ലോ. അപ്പോഴും അത് അവിടെ കിടന്ന് തിളക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ തിളച്ച് നമ്മുടെ കൊഞ്ച് കറി കൊഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗയ്സ്. അപ്പോഴും പിന്നെ കൊഞ്ച് കറി, സാമ്പാർ, പപ്പടം, പിന്നെ തോരൻ, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ